ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യൈശ്വരം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഭഗവത്ഗീതയുടെ 18ാമത്തെ അവസാനത്തെ അധ്യായത്തിലേക്കാണ്. മോക്ഷസന്യാസ യോഗം എന്നറിയപ്പെടുന്ന 78 ശ്ലോകങ്ങളുള്ള 18ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തോടുകൂടി ഭഗവത്ഗീത ഉപസംഹരിക്കപ്പെടുന്നുണ്ട്. 18ാമത്തെ അധ്യായം യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഭഗവത്ഗീതയുടെ കൺക്ലൂഷൻ, അതായത് രത്നച്ചുരുക്കം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ശ്രീല പ്രഭുപാദർ 18ാം അധ്യായത്തെക്കുറിച്ച് പറയുന്നത് ഭഗവത്ഗീത അതിലെ ശിക്ഷണങ്ങളെല്ലാം, നിർദ്ദേശങ്ങളെല്ലാം തന്നെ 17 അധ്യായങ്ങളിൽ സമാപിച്ചിരിക്കുന്നു. 18ാമത്തെ അധ്യായം എന്ന് പറയുന്നത് 17 അധ്യായങ്ങളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്നുകൂടെ ഊന്നിപ്പറയുന്നു. അതായത് ഏറ്റവും രഹസ്യമായ ജ്ഞാനത്തിൻ്റെ മാർഗം എന്താണ് എന്നുള്ളതിനെ ഒന്നുകൂടെ ഊന്നിപ്പറയുകയാണ്. എപ്രകാരം 2ാം അധ്യായം ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ ഭഗവത്ഗീതയിൽ വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ 18ാമത്തെ അധ്യായത്തിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ഒന്നുകൂടി ഭഗവാൻ ഊട്ടിയുറപ്പിക്കുന്ന അധ്യായമാണ് 18ാമത്തെ അധ്യായം. ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ജീവാത്മാവിന് ചെയ്യാനുള്ള അവൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുവാനായി മുൻ അധ്യായങ്ങളിൻ്റെ രത്നച്ചുരുക്കം, മുൻ അധ്യായങ്ങളുടെ സാരം ഈ അധ്യായത്തിൽ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ 12 ശ്ലോകങ്ങളിൽ ആദ്യത്തെ 6 അധ്യായങ്ങളുടെ ആദ്യത്തെ 6 അധ്യായം കർമ്മം, കർമ്മയോഗം, ഇതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്ന ആദ്യത്തെ 6 അധ്യായങ്ങളെ ചുരുക്കി പറയുന്നതാണ് ആദ്യത്തെ 12 ശ്ലോകം എന്ന് പറയുന്നത്. പിന്നീട് 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ 13ാമത്തെ അധ്യായം മുതൽ 17ാമത്തെ അധ്യായം വരെയുള്ള ഭാഗത്തെക്കുറിച്ചിട്ട് പറയുകയാണ്. തുടക്കത്തിൽ തന്നെ ഈ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ ഭഗവാൻ അർജുനനോട് പറയുന്ന യഥാർത്ഥ സന്യാസി തൻ്റെ പ്രവൃത്തികളെയല്ല, അതിൽ നിന്നുമല്ല സന്യസിക്കുന്നത്, പക്ഷേ തൻ്റെ പ്രവൃത്തികളുടെ ഫലത്തെയാണ് ഉപേക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് ഈ അധ്യായം ഭഗവാൻ പറഞ്ഞ് തുടങ്ങുന്നത്. പിന്നീട് 19ാമത്തെ ശ്ലോകം 40ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഈ 3 ഗുണങ്ങൾ എപ്രകാരം എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നു എന്നുള്ളത്. പിന്നീട് 41 മുതൽ 48 വരെയുള്ള ശ്ലോകങ്ങളിൽ വീണ്ടും സകാമകർമ്മത്തിൽ നിന്നും എങ്ങനെ നിഷ്കാമകർമ്മയോഗത്തിലേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ചിട്ട് പറയുന്നു. അതിനുശേഷം 49ാമത്തെ ശ്ലോകം മുതൽ 55ാമത്തെ ശ്ലോകം വരെയുള്ളത് രഹസ്യമായ ജ്ഞാനം, എങ്ങനെ നമുക്ക് നിഷ്കാമകർമ്മയോഗത്തിൽ നിന്നും ജ്ഞാനയോഗത്തിലൂടെ ബ്രഹ്മപദത്തിലെത്തി ഭക്തിയുത സേവനത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഭഗവാൻ പറയുന്നു. അതിനുശേഷം 56 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ എപ്രകാരമാണ് ശുദ്ധമായ ഭക്തിയുത സേവനത്തിൽ പ്രവർത്തിക്കുക എന്നതിനെക്കുറിച്ച് പറയുന്നു.
61-ാമത്തെ ശ്ലോകം, 62-ാമത്തെ ശ്ലോകം, 63-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് അതിലും കൂടുതൽ ഗുഹ്യമായ ജ്ഞാനം, പരമാത്മാവിനെ ശരണം പ്രാപിക്കുന്നതിനെ കുറിച്ചിട്ട് 64, 65, 66 ശ്ലോകങ്ങളാണ് ഏറ്റവും രഹസ്യമായ ജ്ഞാനം എന്ന് പറയുന്നത്. 18-ാമത്തെ അധ്യായത്തിലെ 64, 65, 66 ശ്ലോകങ്ങൾ. 67 മുതൽ 71 വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവത്ഗീത പഠിക്കുന്നതിനെക്കുറിച്ചും പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചിട്ടും ഭഗവാൻ പറയുന്നു. 72, 73 ശ്ലോകം അർജുനൻ്റെ വ്യാമോഹമെല്ലാം മാറി അർജുനൻ സ്ഥിതനാകുന്നു, സ്ഥിതപ്രജ്ഞനാകുന്നു അർജുനൻ. 74 മുതൽ 78 വരെയുള്ള ശ്ലോകങ്ങൾ സഞ്ജയൻ്റേതാണ്. താൻ കണ്ടതിനെക്കുറിച്ചിട്ട് സഞ്ജയൻ വർണ്ണിക്കുന്നതാണ്. അങ്ങനെയാണ് ഭഗവത്ഗീത ഉപസംഹരിക്കപ്പെടുന്നത് 18 അധ്യായങ്ങളിൽ. അപ്പോൾ അധ്യായം തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ എപ്രകാരം കർത്തവ്യമാണ് എന്ന പൂർണ്ണബോധ്യത്തോടു കൂടിയിട്ട് ഫലത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഫലത്തെ കാക്ഷിക്കാതെ കർമ്മം ചെയ്യുന്നതിലൂടെ അതിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതിനെ ഊന്നിയിട്ടാണ് ഈ അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അർജുനൻ്റെ ചോദ്യമാണ്, മഹാബാഹുവായ കൃഷ്ണ, കേശിയെ ഹനിച്ചവനും ഇന്ദ്രിയങ്ങളുടെ നാഥനുമായ ഭഗവാനെ, ത്യാഗത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഉദ്ദേശമെന്ത് എന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ത്യാഗം, സന്യാസം, ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ത്യാഗം എന്താ, സന്യാസം എന്തെന്നല്ല, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ നിഷ്കാമകർമ്മമാണോ ചെയ്യേണ്ടത്, അല്ല ജ്ഞാനയോഗത്തിൽ അധിഷ്ഠിതമായി കർമ്മഫലത്യാഗം, കർമ്മത്തെ തന്നെയാണോ ത്യജിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടാണ് വീണ്ടും അർജുനൻ ചോദിക്കുന്നത്. ത്യാഗം, സന്യാസം. ഭഗവാൻ പറയുന്നു, ഭൗതിക വാഞ്ഛകൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതാണ് സന്യാസമെന്ന് വിദ്വാൻമാർ പറയുന്നു. സർവകർമ്മങ്ങളുടെയും ഫലത്തെ ഉപേക്ഷിക്കുന്നതിനെയാണ് ബുദ്ധിമാന്മാർ ത്യാഗം എന്ന് വിളിക്കുന്നത്. എല്ലാ കാമ്യകർമ്മങ്ങളും ദോഷകരങ്ങളാകിയാൽ ത്യജിക്കണമെന്ന് ബുദ്ധിമാന്മാരായ ചിലർ പറയുന്നുണ്ട്. യജ്ഞം, തപസ്, ദാനം എന്നിവ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് മറ്റു ചില ഋഷികൾ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ വിവിധ അഭിപ്രായങ്ങളെയാണ് ആദ്യം ഭഗവാൻ മുന്നോട്ട് വയ്ക്കുന്നത്. കുറേ പേര് ഇങ്ങനെ പറയുന്നു, കുറേ പേര് ഇങ്ങനെ പറയുന്നു, കുറേ പേര് ഇങ്ങനെ പറയുന്നു. അതിനുശേഷം അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ തൻ്റെ അഭിപ്രായം അർജുനനോട് പറയുകയാണ്. ഹേ ഭരതശ്രേഷ്ഠ, ത്യാഗത്തെക്കുറിച്ച് എൻ്റെ വിധി നിർണയം കേൾക്കൂ. പുരുഷവ്യാഘ്രമേ, ത്യാഗം 3 വിധം എന്നാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടവയല്ല, അവ അനുഷ്ഠിക്കപ്പെടണം. മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നവയാണ് അവ 3. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ത്യാഗം 3 വിധത്തിലാണുള്ളത്. അതിനെക്കുറിച്ചിട്ട് പിന്നീട് അതിൻ്റെ വിശദീകരണം ഭഗവാൻ കൂടുതലായിട്ട് നൽകും. പക്ഷേ യജ്ഞം, ദാനം, തപസ് എന്നിവ ഉപേക്ഷിക്കരുത്. അത് മഹാത്മാക്കളെ പോലും വിശുദ്ധീകരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എല്ലാവരും യജ്ഞമനുഷ്ഠിക്കണം, എല്ലാവരും ദാനം ചെയ്യണം, എല്ലാവരും തപസ്സനുഷ്ഠിക്കണം. ഇതെല്ലാം ചെയ്യണം. പക്ഷേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഭഗവാൻ തുടർന്ന് പറയുന്നു, ആസക്തിയോ ഫലത്തിൻ്റെ ഉദ്ദേശമോ കൂടാതെ അനുഷ്ഠിക്കപ്പെടേണ്ടവയാണ് ഈ കർമ്മങ്ങൾ. ഹേ പാർത്ഥ, കർത്തവ്യ നിർവഹണം എന്ന നിലയിലാണ് അവ നിറവേറ്റേണ്ടത്. ഇതാണ് എൻ്റെ അന്തിമ അഭിപ്രായം. ഈ പറയുന്നതെല്ലാം എൻ്റെ കർത്തവ്യമാണ് എന്ന നിലയിൽ നിറവേറ്റണം. അതിനോട് ആസക്തിയും ഉണ്ടാകാൻ പാടില്ല, ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുവാനും പാടില്ല. അപ്പോൾ ഇതാണ് ഭഗവാന്റെ അന്തിമമായ നിർദ്ദേശം അഥവാ അഭിപ്രായം എന്ന് പറയുന്നത്. തുടർന്ന് ഭഗവാൻ പറയുന്നു, വളരെ വ്യക്തമാക്കുന്നുണ്ട് വീണ്ടും അതേ കാര്യത്തെ തന്നെ. നിയതകർമ്മങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. വ്യാമോഹം കൊണ്ട് അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആ ത്യാഗം തമോ ഗുണത്തിലുള്ളതാണ്. ഇത് നമ്മൾ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അതിൽ ഓരോ ഗുണത്തിലും അധിഷ്ഠിതമായിട്ടുണ്ടാകുന്ന ഓരോ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഇവയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ അധ്യായം പഠിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുൻപ് 17 അധ്യായങ്ങളിലൂടെ കണ്ടുവന്നിട്ടുള്ള പല കാര്യങ്ങളും വീണ്ടും നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാനും കൂടെ ആകുന്നു എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. തുടർന്ന് ഭഗവാൻ പറയുന്നു, നിയതകർമ്മങ്ങൾ ക്ലേശകരമെന്ന് വെച്ചോ ബുദ്ധിമുട്ടായി കണക്കാക്കിയോ ചെയ്യാതെ വിടുന്നത് രാജസമായ ത്യാഗമാണ്. ഭൗതിക സംഗ്രഹനായാലും ഫലമുദ്ദേശിക്കാതെയും തൻ്റെ
കർത്തവ്യമാണെന്ന് മാത്രം കരുതിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യുന്നവൻ്റെ ത്യാഗം സാത്വികമാണ്. അപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് നീതകർമ്മം ചെയ്യാതിരുന്നാൽ രജോ ഗുണം. പക്ഷെ കർത്തവ്യമാണ് എന്നത് കൊണ്ടിട്ട് അത് ചെയ്യുകയും ഫലം ആഗ്രഹിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അതെന്ത് സംഭവിക്കുന്നു? അത് സാത്വിക ത്യാഗമാണ്. സാത്വികനും ബുദ്ധിമാനുമായ ത്യാഗിക്ക് അശുഭകർമ്മങ്ങളോട് വെറുപ്പോ ശുഭകർമ്മങ്ങളിൽ ആസക്തിയോ തോന്നാറില്ല. അദ്ദേഹത്തിന് കർമ്മത്തെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം തീർന്നിരിക്കും. ശരീരസ്ഥനായ ജീവന് കർമ്മങ്ങളെ നിശേഷം ത്യജിക്കുക സാധ്യമല്ല തന്നെ. കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചവനെ യഥാർത്ഥ ത്യാഗി എന്ന് പറയാം. വീണ്ടും 5-ാമത്തെയും 6-ാമത്തെയും അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ ഊന്നിപ്പറയുന്നത്. അതായത് സത്വഗുണത്തിലുള്ള ത്യാഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ശുഭമായ കാര്യങ്ങളോട് ആസക്തിയോ അശുഭമായ കാര്യങ്ങളോട് വെറുപ്പോ തോന്നുന്നില്ല. ഇത് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ അസംബന്ധങ്ങളെല്ലാം ത്യജിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ അസംബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഈർഷ്യയുണ്ടാകുന്നു, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം തോന്നുന്നു. ഇങ്ങനെയുള്ളത്, അല്ലെങ്കിൽ അതിനോട് എനിക്ക് വെറുപ്പ് തോന്നുന്നു, വേണ്ട. കാരണം ആസക്തിയും വെറുപ്പും ഒരേ നാണയത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. അതുകൊണ്ട് വെറുപ്പുണ്ടെങ്കിൽ അത് തിരിഞ്ഞാൽ ആസക്തിയാകും. അതുകൊണ്ട് ആ നാണയം തന്നെ നമുക്ക് വേണ്ട. വെറുപ്പും വേണ്ട, ആസക്തിയും വേണ്ട. അങ്ങനെയാണ് നമ്മളിതിനെ മാറ്റി വയ്ക്കേണ്ടുന്നത്. ഭഗവാൻ തുടർന്ന് പറയുകയാണ്, അതായത് കർമ്മത്തെ ഉപേക്ഷിക്കാനേ പറ്റില്ല. ശരീരസ്ഥനായ ജീവാത്മാവിന് കർമ്മം ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കർമ്മഫലങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റും. അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മഫലങ്ങളെയും ത്യാഗികളല്ലാത്തവർക്ക് മരണാനന്തരം അനുഭവിക്കേണ്ടി വരും. സന്യാസികൾക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ ഇത് ത്യാഗം ചെയ്യാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവൻ ചെയ്ത നല്ലതിൻ്റെയും ഫലം അനുഭവിക്കണം, അവൻ ചെയ്ത ചീത്തയുടെയും ഫലം അനുഭവിക്കണം. ഈ രണ്ടുമല്ലാതെ അവൻ ചെയ്ത മിശ്രമായിട്ട്, നല്ലതും ചീത്തയും മിശ്രമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലവും അനുഭവിക്കണം എന്ന് വെച്ചാൽ, ഫലം അനുഭവിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പ്രധാനമായിട്ടും ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും മടങ്ങി വരേണ്ടി വരും എന്നുള്ളതാണ്. അതുകൊണ്ടും കൂടെയാണ് നമ്മളോട് പറയുന്നത് ഫലം ഇച്ഛിക്കാതിരിക്കണം, ആസക്തനാകാതിരിക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഇതാണ്. വീണ്ടും ഈ ജനനമരണ പ്രക്രിയയിലേക്ക് നമ്മൾ മടങ്ങി വരരുത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും വീണ്ടും ഊന്നി ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തതായി, ഓരോ കർമ്മത്തിനും 5 കാരണങ്ങളുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കർമ്മം പൂർണ്ണമാകുന്നത്? ഇത് ഈ ശ്ലോകം മുതൽ ഭഗവാൻ ഇനി വേദാന്തത്തിൽ നിന്ന് എടുത്തിട്ടാണ് പറയുന്നത്. അതായത് കർമ്മത്തിൻ്റെ 5 കാരണങ്ങൾ ഇത് വേദാന്തത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അത് ഭഗവാൻ പറയുന്നു, അധിഷ്ഠാനം, അതായത് ശരീരം ഒരു കാരണം, കർമ്മം ചെയ്യുന്ന ആൾ 2-ാമത്തെ കാരണം, കരണങ്ങൾ അഥവാ ഇന്ദ്രിയങ്ങൾ അടുത്തത്, ഉദ്യമം 5 പരമാത്മാവ്. ഈ 5ഉം ചേരുമ്പോഴാണ് ഒരു കർമ്മം സംഭവിക്കുക. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ ഇത് നടക്കുന്ന സ്ഥലം, നമ്മുടെ ശരീരം. 2 നമ്മൾ എന്ന് വെച്ചാൽ ശരീരസ്ഥനായ ഞാൻ. 3 ഇന്ദ്രിയങ്ങൾ. എന്തുകൊണ്ടാണ്? ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ ഭൗതിക പ്രകൃതിയുമായിട്ട് സംവദിക്കുന്നത്, അല്ലേ? അപ്പോൾ 3. 4 ഉദ്യമം. പിന്നെ ഇത് മാത്രം പോരല്ലോ, ഇങ്ങനെ സംവദിക്കുന്നതിലൂടെ കർമ്മത്തിന് പ്രേരകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ പ്രേരകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഉദ്യമം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു. 5-ാമത്തെ ഘടകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, അതായത് പരമാത്മാവ്. ഈ പരമാത്മാവാണ് ഇതെല്ലാം സാങ്ഷനിങ് അതോറിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് അനുവദിച്ച് തരേണ്ടുന്നത് പരമാത്മാവാണ്. ഇത് അനുവദിച്ച് തരേണ്ടത് പരമാത്മാവാണ്. ഭഗവാൻ തുടർന്ന് പറയുന്നു, ന്യായമോ അന്യായമോ മനുഷ്യൻ തൻ്റെ ശരീരം, വാക്ക്, മനസ്സ് എന്നിവയാൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും കാരണം ഈ 5 ഘടകങ്ങളാണ്. ഇവയെ കണക്കിലെടുക്കാതെ ഞാനാണ് കർത്താവെന്ന് വിചാരിച്ചാൽ അവൻ ബുദ്ധിമാനല്ല, അവന് കാര്യങ്ങൾ യഥാവിധം കാണാൻ കഴിയുന്നില്ലെന്ന് ഭഗവാൻ പറയുന്നു. വിദ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെയും അനാസക്തമായ ബുദ്ധിയോടുകൂടിയും ഒരാൾ നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസകനല്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങൾ അയാളെ ബന്ധിക്കുന്നില്ല. അതായത്
മിഥ്യാഹങ്കാരത്താൽ പ്രേരിതനല്ലാതെ. അഹങ്കാരമല്ല പ്രേരണ, അനാസക്തമായ ബുദ്ധിയോട് കൂടിയിട്ട്. ബുദ്ധിക്ക് ഈ പറയുന്ന ചെയ്യുന്ന പ്രവൃത്തിയിൽ ആസക്തിയില്ല. ഈ രണ്ടും കൂടിയ ഒരു വ്യക്തി, ഭഗവാൻ പറയുന്നു, നരഹത്യയിൽ ഏർപ്പെട്ടാലും ഹിംസിക്കുന്നില്ലെന്ന്. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഭഗവാൻ പറയുന്നത്. ഇതിനെ നമുക്ക് പ്രഭുപാദരുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ അല്പം കൂടെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും. അതായത് എൻ്റെ അഹങ്കാരമല്ല പ്രേരക ശക്തി. ഓക്കെ. 2, എൻ്റെ ബുദ്ധി ഇതിൽ ആസക്തമല്ല എന്ന് വെച്ചാൽ എൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയല്ല. ഇത് അർജുനന് നേരിട്ടുള്ള ഒരു നിർദ്ദേശവും കൂടെയാണ്. അർജുന, നീ യുദ്ധത്തിൽ കൊല്ലാൻ പോകുന്നത് നിൻ്റെ അഹങ്കാരത്താൽ പ്രേരിതനായിട്ടല്ല. ഞാൻ ഇവരെക്കാളും കേമനാണ്, ഞാൻ വിചാരിച്ചാൽ ഇവരെ കൊല്ലാം, അല്ല. 2, അനാസക്തമായ ബുദ്ധി, ഇവരെ കൊല്ലുന്നതിലൂടെ എനിക്ക് ലഭിക്കാൻ പോകുന്നതിലെല്ലാമുള്ള ആസക്തി, അതുമല്ല കാരണം. ഇത് രണ്ടും കാരണമല്ലെങ്കിൽ ചെയ്യുന്ന നരഹത്യ അവൻ ഹിംസകനാകുന്നില്ല. ശ്രീല പ്രഭുപാദർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? അർജുനൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഭഗവാന്റെ നിർദ്ദേശം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ നിർദ്ദേശം ഈ അവസരത്തിൽ അധർമ്മം ചെയ്യുന്ന, എതിർപക്ഷത്ത് നിൽക്കുന്നവരെ വധിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, ഒരാളെ ഒരാൾ കൊല്ലുന്നു, ഒരാളെ മറ്റൊരാൾ കൊല്ലുന്നു. അപ്പോൾ ഈ കൊലപാതകം ചെയ്ത വ്യക്തിയെ ഒരു സാധാരണഗതിയിലാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾക്കെതിരെ കേസെടുക്കും, അയാളെ ജയിലിലടയ്ക്കും, അയാൾക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളും. ഇതേ കൊല ഒരു സൈനികനാണ് ചെയ്യുന്നത്. ആ സൈനികൻ യുദ്ധത്തിൽ, ശത്രുരാജ്യത്തിനെതിരായ യുദ്ധത്തിൽ തനിക്ക് ലഭിച്ച നിർദ്ദേശമനുസരിച്ച് അയാൾ തോക്കിൽ നിന്നും നിറയൊഴിക്കുന്നു, അനേകം പേരെ കൊല്ലുന്നു. അയാളുടെ മേൽ എന്ത് നടപടിയാണ് ഉണ്ടാവുക? അയാളെ രാഷ്ട്രപതി വിളിച്ചിട്ട് പതക്കം നൽകും, ഇല്ലേ? എന്തുകൊണ്ടാണ്? അയാളുടെ അഹങ്കാര പ്രേരിതമല്ല, അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്ന അയാളുടെ ബുദ്ധി അതിൽ ആസക്തമായതുകൊണ്ടല്ല. നേരെ മറിച്ച് എന്താണ്? അയാൾക്ക് മുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടി, അയാളതനുസരിച്ചു. ഇതാണ് ഈ മുകളിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെയുള്ള ഫലം ലഭിക്കുമെന്നതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഭഗവാൻ തുടർന്ന് പറയുന്നു, ജ്ഞാനം, ജ്ഞാനവിഷയം, ജ്ഞാനി എന്നീ 3 ഘടകങ്ങളാണ് കർമ്മത്തിന് പ്രേരകങ്ങൾ. ഇന്ദ്രിയങ്ങൾ, കർമ്മം, കർത്താവ് എന്നിവ അതിൻ്റെ ഘടകങ്ങളും. ഭൗതിക പ്രകൃതിയുടെ 3 വ്യത്യസ്ത ഗുണങ്ങൾ അനുസരിച്ച് 3 വിധത്തിലുള്ള ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവയുണ്ട്. അവയെപ്പറ്റി കേൾക്കൂ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. 3 വിധത്തിലുള്ള ഗുണങ്ങൾ, സത്വരജോ തമോ ഗുണങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ പറയുന്ന ജ്ഞാനം, കർമ്മം, കർത്താവ് എന്നിവ ഉള്ളത്. അസംഖ്യം രൂപങ്ങളിൽ ഭിന്നമായി കാണപ്പെടുന്നെങ്കിലും എല്ലാ ജീവജാലങ്ങളിലും അവിഭക്തമായ ഒരേ ആധ്യാത്മിക പ്രകൃതിയെ കാണാൻ കഴിയുന്ന ജ്ഞാനം ഏതോ അതാണ് സാത്വികമായത്. അപ്പോൾ സാത്വിക ജ്ഞാനത്തിൽ അധിഷ്ഠിതനായിരിക്കുന്ന വ്യക്തിക്ക് എല്ലാവരിലും ഭഗവാനെ കാണാൻ കഴിയും. ഓരോ ശരീരത്തിലുമുള്ള ജീവാത്മാക്കൾ വേറെ വേറെയാണെന്ന് തോന്നിക്കുന്ന ജ്ഞാനം രാജസമാണ്. കാരണം കൂടാതെയും സത്യജ്ഞാനം നേടാതെയും എല്ലാം അതുതന്നെ എന്ന് കരുതി നിസ്സാര കാര്യത്തിൽ അതീവ താൽപ്പര്യം കൊള്ളുന്നത് തമോ ഗുണമായ അറിവാണ്. അനാസക്തമായും രാഗദ്വേഷരഹിതമായും ഫലാസക്തി കൂടാതെയും നിയന്ത്രിതമായ വിധത്തിൽ ചെയ്യുന്ന കർമ്മം സാത്വികം. സ്വന്തം കാര്യം നിറവേറ്റാൻ മിഥ്യാഹങ്കാരം പൂണ്ടിട്ട് ചെയ്യുന്നത് രാജസകർമ്മം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, ശാസ്ത്രനിർദ്ദേശങ്ങൾക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തമോ ഗുണത്തിലുള്ള കർമ്മങ്ങൾ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ നമ്മുടെ ഓർമ്മ പുതുക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുമായി ബന്ധപ്പെടാതെ മിഥ്യാഹങ്കാരം ത്യജിച്ചും സ്ഥിരനിശ്ചയത്തോടും ഉത്സാഹത്തോടും കൂടിയും ജയാപജയങ്ങളിൽ അക്ഷോഭ്യനായും പ്രവർത്തിക്കുന്നവനത്രേ സാത്വികൻ. പ്രവൃത്തിയിലും അതിൻ്റെ ഫലങ്ങളിലും ആസക്തനും ഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമുള്ളവനും ലോഭിയും ഈർഷ്യാലുവും വിശുദ്ധിയില്ലാത്തവനും സുഖദുഃഖങ്ങളാൽ ബാധിതനുമായ കർത്താവത്രേ രാജസൻ. അപ്പോൾ വീണ്ടും ഭഗവാൻ ഈ 3 ഗുണങ്ങളിൽ പെടുന്നവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് അവൻ്റെ സ്വഭാവം,
എങ്ങനെയാണ് അവൻ്റെ ആസക്തി, എന്തൊക്കെയാണ് അവൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് എപ്രകാരമുള്ള അറിവുണ്ട്, എപ്രകാരമുള്ള ദൃഢനിശ്ചയമുണ്ട്, ഇതെല്ലാം നേരത്തെയുള്ള അധ്യായങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞതിനെ തന്നെ വീണ്ടും ഇവിടെ തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 3 ഗുണത്തിൽ ഉള്ള ആനന്ദത്തെക്കുറിച്ചിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഹേ ഭരതർഷഭ, ബദ്ധനായ ജീവാത്മാവ് ആസ്വദിക്കുകയും ആസ്വാദനത്തിലൂടെ ചിലപ്പോൾ സകല ക്ലേശങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്ന സുഖത്തെപ്പറ്റി പറയാം. ഇത് 3 വിധത്തിലുണ്ട്. എന്തൊക്കെയാണ്? സത്വഗുണത്തിലുള്ള സുഖം എന്ന് പറയുന്നത് ആദ്യം വിഷം, അന്ത്യത്തിൽ അമൃതതുല്യം, ആത്മസാക്ഷാത്കാരം ഉണർത്തുന്നത്. ഇതിനെയാണ് സാത്വിക സുഖം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആധ്യാത്മികമായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആദ്യമെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. നെല്ലിക്ക കഴിക്കുന്നത് പോലെയാണ്. നാമം ജപിക്കുമ്പോൾ നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഇത് വലിയ എന്തോ ഒരു കടം വീട്ടുന്നത് പോലെ ആയിരിക്കും നമുക്ക് നമ്മുടെ നാമം ജപം, അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രപഠനം, അല്ലെങ്കിൽ ഭാഗവത ശ്രവണം, ഇതെല്ലാം നമുക്ക് എന്തോ കഷായം കുടിക്കുന്നത് പോലെയൊക്കെ ആയിരിക്കും. പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ് എനിക്ക് യഥാർത്ഥത്തിൽ സൗഖ്യം നൽകുന്നത് എന്ന്. അതുപോലെ തന്നെ ആത്മദർശനത്തെ സംബന്ധിച്ചിടത്തോളം അന്ധവും ആദ്യം മുതൽ അവസാനം വരെ വ്യാമോഹഭരിതവും ആലസ്യം പ്രമാദം എന്നിവയിൽ നിന്നുണ്ടാകുന്ന സുഖമാണ് താമസം. ഈ ഭൂമിയിലോ ഉപരി വ്യൂഹങ്ങളിൽ ദേവന്മാർക്കിടയിലോ പ്രകൃതിജന്യങ്ങളായ ഈ 3 ഗുണങ്ങളിൽ നിന്നും മുക്തനായിട്ട് ആരുമേ ഇല്ല. അപ്പോൾ വീണ്ടും 3 ഗുണങ്ങൾ. അടുത്തതായിട്ട് ത്രിഗുണങ്ങളെ ആസ്പദമാക്കി എങ്ങനെയാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിവരെ തിരിച്ചറിയുക എന്നുള്ളതിനെക്കുറിച്ചിട്ടും 18ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. നേരത്തെ തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്, ചാതുർവർണ്ണ്യം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അല്ലേ? ചാതുർവർണ്ണ്യം, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നീ ചതുർവർണ്ണങ്ങളെ മയാസൃഷ്ടം, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷേ അതെങ്ങനെയാണ്? ഗുണം, കർമ്മം എന്നിവ കൊണ്ടാണ് അവ വിഭജിക്കപ്പെടുന്നത്. അതായത് ഒരുവൻ ഗുണം കൊണ്ടും കർമ്മം കൊണ്ടുമാണ് അവൻ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആയി കണക്കാക്കപ്പെടേണ്ടത്. ശമോദമസ്തപശൗചം ക്ഷാന്തിർ ആർജവമേവച്ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവചം. ബ്രാഹ്മണൻ്റെ ഗുണത്തെക്കുറിച്ച് ഭഗവാൻ പറയുകയാണ്. ശമ, ശാന്തത; ദമ, ആത്മസംയമനം; തപഃ, തപസ്; ശൗചം, വിശുദ്ധി; ക്ഷാന്തി എന്ന് വെച്ചാൽ ക്ഷമ; ആർജവം, സത്യസന്ധത; ജ്ഞാനം, വിജ്ഞാനം; ആസ്തിക്യം. ഇതാണ് ബ്രാഹ്മണരുടെ പ്രവൃത്തികളുടെ ഗുണവിശേഷങ്ങൾ. എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ഇതായിരിക്കണം അവൻ്റെ പ്രവൃത്തി. ഈ ഗുണങ്ങളാണ് അവൻ വളർത്തിയെടുക്കേണ്ടുന്നത്. ക്ഷത്രിയനെ കുറിച്ചിട്ട് പറയുന്നു, ശൗര്യം, തേജോ, ധൃതിർ, ദാക്ഷ്യം, യുദ്ധേ ചാപ്യപലായനം, ദാനം, ഈശ്വരഭാവശ്ച, ക്ഷാത്രം, കർമ്മസ്വഭാവജം. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയത്രേ ക്ഷത്രിയരുടെ പ്രവൃത്തികളുടെ സ്വഭാവ ഗുണങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ഒരുവൻ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനെ ക്ഷത്രിയനായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ക്ഷത് ത്രായത്തെ, ക്ഷതത്തിൽ നിന്നും മറ്റുള്ളവനെ രക്ഷിക്കുന്നവനെയാണ് ക്ഷത്രിയൻ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മജ്ഞാനം ആർജിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവനെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് വൈശ്യനെക്കുറിച്ചിട്ട് കൃഷി, ഗോരക്ഷം, വ്യാപാരം എന്നിവ വൈശ്യർക്ക് സ്വാഭാവികങ്ങളായ കർമ്മങ്ങളത്രേ. ശൂദ്രരുടേത് അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലും ആകുന്നു. ഇനി ഇത് തന്നെ തൻ്റെ ഗുണത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളിലൂടെ തന്നെ ഒരുത്തന് പരിപൂർണത നേടാൻ കഴിയും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഏത് വർണ്ണത്തിലാണെങ്കിലും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ സ്വന്തം കർമ്മത്തിലൂടെ ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം എന്നും കൂടെ ഭഗവാൻ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതിനടുത്തതായിട്ട് ഭഗവാൻ പറയുന്നു, അന്യൻ്റെ കർമ്മം കുറ്റമറ്റതായി ചെയ്യുന്നതിനേക്കാൾ നല്ലത് തൻ്റെ പ്രവൃത്തി ഒരല്പം കുറ്റമുണ്ടെങ്കിൽ കൂടെ അങ്ങനെ ചെയ്യുന്നതാണ്.
കാരണം സ്വഭാവത്തിനനുസരിച്ച് ഒരുത്തൻ നിർദ്ദിഷ്ട കർമ്മത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അവന് പാപപ്രതികരണം ഉണ്ടാകുന്നില്ല. തുടർന്ന് ഭഗവാൻ പറയുന്നു, നമ്മൾക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം ഇവിടെ ഭഗവാൻ ദൂരീകരിക്കുന്നുണ്ട്. എന്താണ് ആ സംശയം? ഹേ കൗന്തേയ, അഗ്നി പുകയാൽ മൂടപ്പെട്ടിരിക്കുന്നത് പോലെ എല്ലാ ഉദ്യമങ്ങളും ഏതെങ്കിലും ദോഷത്താൽ മൂടപ്പെട്ടിരിക്കും. അതുകൊണ്ട് തനിക്ക് സ്വാഭാവികമായ കർമ്മം അത് ദോഷങ്ങളാൽ നിറഞ്ഞതായാൽ പോലും ഉപേക്ഷിക്കാവുന്നതല്ല. നമ്മുടെ കർമ്മത്തിലൂടെ നമ്മൾ ഭഗവാനെ ആരാധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ജ്ഞാനത്തിൻ്റെ തലത്തിൽ ഉയർത്തപ്പെടുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഭഗവാൻ തുടർന്ന് പറയുന്നുണ്ട്. ആത്മസംയമനം നേടിയവനും അനാസക്തനും ഭൗതിക സുഖഭോഗങ്ങളെല്ലാം അവഗണിച്ചവനുമായ ഒരാൾക്ക് ത്യാഗപരിശീലനത്തിലൂടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള പരമമായ മോചനം നേടാൻ കഴിയും. ഹേ കുന്തിപുത്ര, ഈ നിലയിലെത്തിയവനെ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ അത്യന്ത ഉന്നതിയായ ബ്രഹ്മപദം പ്രാപിക്കാൻ ഉതകുന്ന പദ്ധതിയെപ്പറ്റി ഇനി സംക്ഷിപ്തമായി പറയാം. ഇങ്ങനെ ഈ പറയുന്ന ഏതൊരാശ്രമത്തിലാണെങ്കിലും ആത്മസംയമനത്തോടുകൂടി തനിക്ക് നിർദ്ദിഷ്ടമായിട്ടുള്ള കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ക്ഷത്രിയ ഗുണത്തിനനുസൃതമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം അവൻ ഭഗവാനെ ആരാധിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അവന് പരിപൂർണത ലഭിക്കും. അർജുനൻ അതിനിവിടെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. അർജുനൻ എന്താണ് പറയുന്നത്? എനിക്ക് യുദ്ധം ചെയ്യേണ്ട, ഞാൻ കാട്ടിൽ പോയി തപസ്വിയാകാമെന്ന് പറയുമ്പോൾ അത് വേണ്ടെന്നല്ലേ ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കർമ്മം ത്യജിക്കേണ്ടതില്ല, നിർദ്ദിഷ്ട കർമ്മം പ്രവർത്തിക്കുക തന്നെ ചെയ്യണം. പക്ഷേ വികർമ്മം പ്രവർത്തിക്കാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കർമ്മം ബന്ധിക്കുന്നു, വികർമ്മം പാപഫലങ്ങൾ നൽകുന്നു, അകർമ്മം മോക്ഷത്തിന് കാരണമാകുന്നു. ഇത് നമ്മൾ എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഭഗവാൻ തുടർന്ന് പറയുന്നു, എങ്ങനെയാണ് ഈ ജ്ഞാനയോഗിയെ ഉയർത്തുന്നതെന്ന് ചോദിച്ചാൽ, തൻ്റെ ബുദ്ധിയാൽ ശുദ്ധീകരിക്കപ്പെട്ട് സ്ഥിരനിശ്ചയത്തോടെ മനസ്സിനെ നിയന്ത്രിച്ച് ഭോഗവിഷയങ്ങളെ ത്യജിച്ച് രാഗദ്വേഷങ്ങൾ തീണ്ടാതെ വിജനസ്ഥലത്ത് താമസിച്ച് ഭക്ഷണം നന്നായി ചുരുക്കി ശരീരം, മനസ്സ്, വാക്ക് ഇവയെ കീഴടക്കി ധ്യാനമനുഷ്ഠിക്കുന്നയാൾ വിരക്തനായും വിദ്യാഹങ്കാരം, ബലത്തെക്കുറിച്ചുള്ള മതം, വിദ്യാഭിമാനം, കാമം, ക്രോധം, ഭൗതിക ദ്രവ്യങ്ങളിൽ ആഗ്രഹം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞും തെറ്റായ അതീശത്വബോധമില്ലാതെയും ശാന്തനായി തീർന്നിട്ട് നിശ്ചയമായും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കുന്നു. ഇത് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അവൻ ഉയരുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് ഭഗവാൻ ഈ 3 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും മനസ്സിൻ്റെ നിയന്ത്രണം, ഭോഗവിഷയങ്ങളെ ത്യജിക്കുക, രാഗദ്വേഷങ്ങൾ തീണ്ടാതെയിരിക്കുക, ഇവയെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്തിയോഗികൾക്കും ഇത് പ്രധാനപ്പെട്ട ഈ തത്വങ്ങൾ എല്ലാം വളരെ എല്ലാവർക്കും ഒന്നുപോലെ തന്നെയാണ് എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായി ബ്രഹ്മഭൂത അവസ്ഥ എന്താണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭത്തെ പരാം. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ബ്രഹ്മഭൂത പ്രസന്നാത്മ, ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തിയ വ്യക്തി പിന്നെ പ്രസന്നാത്മാവായിരിക്കും. എങ്ങനെയാണ് അവൻ പ്രസന്നാത്മാവ്? ന ശോചതി ന കാംക്ഷതി. കഴിഞ്ഞു പോയതിനെക്കുറിച്ചിട്ട് അവന് ശോകമില്ല. ന കാംക്ഷതി, വരാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചവന് ആകാംക്ഷയുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? സമസർവേഷു ഭൂതേഷു, സർവഭൂതങ്ങളെയും സമമായി കാണുവാൻ അവന് കഴിയുന്നു. ആ തലത്തിൽ നിന്നാണ് ഭഗവാൻ പറയുന്നത് മദ്ഭക്തിം ലഭത്തെ പരാം. അവിടെ നിന്നാണ് ഭക്തി തുടങ്ങുന്നത്. എന്ന് വച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ബ്രഹ്മപദം എന്ന് പറയുന്നത് അല്ല ഏറ്റവും ഉയർന്ന തലം, മറിച്ച് പരിശുദ്ധ ഭക്തിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കവാടമാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മപദം എന്ന് പറയുന്നത്. ബ്രഹ്മത്തിൽ പൂർണ്ണമായും നമ്മളെ തന്നെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ, ശ്രീല പ്രഭുപാദരുടെ വാക്കുകളിൽ പറഞ്ഞാൽ, പൂർണ്ണമായ കൃഷ്ണാവബോധത്തിൽ
എൻ്റെ അവബോധം പൂർണ്ണമായും കൃഷ്ണനിൽ അധിഷ്ഠിതമാകുന്നത് ബ്രഹ്മപദമാണ്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രസന്നാത്മ, എപ്പോഴും പ്രസന്നത ഉണ്ടായിരിക്കും. നശോചതി നകാംക്ഷതി, അതുകൊണ്ടാണല്ലോ പ്രസന്നാത്മാവായിരിക്കുന്നത്. കഴിഞ്ഞതിനെക്കുറിച്ച് എനിക്ക് ശോകമില്ല, വരാൻ പോകുന്നതിനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നുമില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ അവബോധത്തിൽ കൃഷ്ണൻ മാത്രമാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഭയം എനിക്ക് വേണ്ടല്ലോ. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇതുവരെ കഴിഞ്ഞതിനെക്കുറിച്ചിട്ടുള്ള ശോകവും ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ചിട്ടുള്ള ആകാംക്ഷയുമാണ്. ഭൗതിക തലത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൻ്റെ പൊതു സ്വഭാവം ഇതാണ്. ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ ക്ഷണം വരെ എനിക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം കുറിച്ചിട്ട് ഞാൻ ദുഃഖിക്കുന്നു. അടുത്ത ക്ഷണം മുതൽ ഇനി എന്തൊക്കെ അപകടങ്ങളാണോ വരാൻ പോകുന്നത് എന്ന ആകാംക്ഷ. ബ്രഹ്മബോധാവസ്ഥയിലുള്ളവന് രണ്ടുമില്ല. അവൻ മനസ്സിലാക്കുന്നു ഇതുവരെ നഷ്ടപ്പെട്ടു പോയതും എൻ്റെ നിയന്ത്രണത്തിലല്ല, ഇനി വരാൻ പോകുന്നതും എൻ്റെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് അവൻ പ്രസന്നാത്മാവായിരിക്കുന്നു, എല്ലാവരെയും സമഭാവനയോടെ കാണുന്നു. ആ തലത്തിൽ അവന് ഭക്തിയോട് കൂടിയിട്ട് ഭഗവത് സേവനത്തിൽ മുഴുകാൻ കഴിയുന്നു. അപ്പോൾ ആ ഭക്തി ലഭിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഭഗവാൻ തുടർന്ന് പറയുന്നു, ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. ഭക്ത്യാമാം അഭിജാനാതി, ഭക്തിയിലൂടെ മാത്രമേ, ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ അഭിജാനാതി, ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. യാവാൻ യശ്ചാസ്മി തത്വതഃ, തത്വത്തിൽ ഞാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന സത്യം അറിയണമെങ്കിൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കണം. അതിലൂടെ പൂർണ്ണമായും തത്വതോ ജ്ഞാത്വ എന്നെ മാം, തത്വതോ ജ്ഞാത്വ മാം, എന്നെ തത്വത്തിൽ അറിയുന്നതിലൂടെ പൂർണ്ണമായി അറിയുമ്പോൾ എന്ത് സംഭവിക്കും? വിശദേ തദ് അനന്തരം, അവൻ പ്രവേശിക്കുന്നു. എങ്ങോട്ടേക്ക്? ഭഗവത് ധാമത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അതായത് ബ്രഹ്മഭൂത തലത്തിൽ ഭൗതികമായിട്ടുള്ള വാസനകളെല്ലാം ത്യജിച്ചതിന് ശേഷം ഭൗതികാവസ്ഥയിൽ നിന്നും മുക്തി നേടി ബ്രഹ്മപദത്തിലെത്തിയിട്ട് ഭഗവത് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് അന്ത്യത്തിൽ ഭഗവത് ധാമത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നു എന്ന് പറയുന്നു. ഇനി നേരിട്ട് ഭക്തിയെക്കുറിച്ചിട്ടാണ് ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത്. 56-ാമത്തെ ശ്ലോകം മുതൽ 66-ാമത്തെ ശ്ലോകം വരെ ഭഗവാൻ ഭക്തി, അതാണ് ഞാൻ പറഞ്ഞത് 18-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഏതാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവയെ ഒന്നുകൂടെ ഊന്നിപ്പറയുവാൻ വേണ്ടി ഭഗവാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഭഗവത്ഗീതയുടെ നമ്മൾ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണോ അതിലേക്ക് ഭഗവാൻ നേരിട്ട് കടക്കുകയാണ്. ഏത് തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നാലും എന്നെ മാത്രം ആശ്രയിക്കുന്ന എൻ്റെ വിശുദ്ധ ഭക്തൻ എൻ്റെ കാരുണ്യത്താലും സംരക്ഷണത്താലും അനശ്വരവും ശാശ്വതവുമായ എൻ്റെ ധാമം പ്രാപിക്കും. കണ്ടില്ലേ? ഭഗവാനെ ആശ്രയിക്കുന്ന ഭഗവാന്റെ ഭക്തൻ എപ്രകാരമാണ് ഭഗവാന്റെ അനശ്വരം ശാശ്വതമായ ഭഗവത് ധാമത്തെ പ്രാപിക്കുന്നത്? ഭഗവത് കാരുണ്യത്താലും ഭഗവത് സംരക്ഷണത്താലും. അനന്യാസ് ചിന്തയന്തോ മാം യേ ജനാ പരി ഉപാസത്തെ തേഷാം നിത്യ അഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞതിനെ ഇവിടെ ഭഗവാൻ ഒന്നുകൂടെ ഊന്നിപ്പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്തായിരുന്നാലും അത് വികർമ്മമല്ലാത്തിടത്തോളം ആ കർമ്മഫലത്തെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിച്ചുകൊണ്ട് എപ്പോഴും ഭക്തിയുത സേവനത്തിൽ നിരതരായിരിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു, ഞാൻ സംരക്ഷിക്കും, ഞാൻ അവന് വേണ്ടുന്നത് നൽകുകയാണ്, എൻ്റെ കാരുണ്യം അവന് ഞാൻ നൽകുകയാണ്. അടുത്തതായി, ഇത് ഭഗവത് കാരുണ്യം കൊണ്ടാണ്. എൻ്റെ കാരുണ്യത്തിന് അപാരമായ ശക്തിയുണ്ട് അർജുന എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർജുനനോട് പറയുന്നത്. അല്ലേ? ഭഗവത് കൃപ കൊണ്ടാണിത് സംഭവിക്കുന്നത്. ഭഗവത് കാരുണ്യത്തിന് അതീവ ശക്തിയുണ്ട്. അപ്പോൾ അർജുനൻ ഇപ്പോൾ പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
അർജുനനോടാണല്ലോ പ്രത്യക്ഷഭാവേന ഇത് പറയുന്നത്. നമുക്കും എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, സകല കർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കുക, എന്നിട്ട് എൻ്റെ സംരക്ഷണത്തിൽ സദാ പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഭക്തിയുത സേവനത്തിൽ എന്നെപ്പറ്റിയുള്ള പൂർണ്ണമായ ബോധവും ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് ചെയ്താലും അത് ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യണം. ഭഗവാന്റെ സംരക്ഷണത്തിലാണ് ഞാൻ എന്ന തിരിച്ചറിവോടുകൂടി പ്രവർത്തിച്ചാൽ നമ്മൾ ഭഗവാന്റെ സംരക്ഷണത്തിലാണ്. അപ്രകാരം ഭക്തിയുത സേവനത്തിൽ ഭഗവാനെ പറ്റിയുള്ള പൂർണ്ണ ബോധവും ഉണ്ടായിരിക്കണം. ശ്രീല പ്രഭുപാദർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, എപ്പോഴൊരിക്കൽ നമ്മൾ കൃഷ്ണാവബോധത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നുവോ അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ യജമാനൻ ഞാനാണ് എന്നുള്ള ചിന്ത വെടിയുകയാണ്. ഞാൻ ഭഗവാന്റെ സേവകനാണ്. സേവകൻ ഒരിക്കലും അവൻ്റെ സ്വന്തമായ സ്വാതന്ത്ര്യമില്ലല്ലോ, ഇല്ലേ? നമ്മളെല്ലാവരും സേവകന്മാരാണല്ലോ. നമ്മൾ നമ്മുടെ ജോലിസ്ഥലത്ത് പോയാൽ നമ്മൾ ജോലി ചെയ്യുന്ന അത്രയും മണിക്കൂറുകൾ യഥാർത്ഥത്തിൽ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് നമുക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല. അങ്ങനെയല്ലേ? അപ്പോൾ അപ്രകാരം ഒരുവൻ പ്രവർത്തിക്കുന്നു. അതാണ് കൃഷ്ണാവബോധത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ എന്ത് സംഭവിക്കും, അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? 58-ാമത്തെ ശ്ലോകം ഭഗവാൻ നൽകുന്ന ഒരു താക്കീതും കൂടെയാണ്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി അഥച്ചേത്വം അഹങ്കാരം നശ്രോഷ്യസി വിനങ്ക്ഷ്യസി. ഭഗവാൻ പറയുന്നു, മച്ചിത്ത സർവദുർഗാണി, അതായത് എന്നെക്കുറിച്ച് ബോധവാനായിരുന്നാൽ സർവദുർഗാണി മത്പ്രസാദാത് തരിഷ്യസി, സർവദുർഗങ്ങളെയും, അതായത് സർവക്ലേശങ്ങളെയും, ദുർഗം എന്ന് വെച്ചാൽ കുഴി എന്ന് പറയാം, ക്ലേശം എന്ന് പറയാം. അപ്പോൾ ഇതിനെല്ലാം മത്പ്രസാദാത്, ഭഗവത് പ്രസാദത്താൽ, കൃഷ്ണൻ്റെ പ്രസാദം കൊണ്ട് നമുക്ക് തരണം ചെയ്യാം. അഥച്ചേത്വം അഹങ്കാരാൻ നശ്രോഷ്യസി ന വിനങ്ക്ഷ്യസി. ഇനി അഹങ്കാരം മൂത്ത് നശ്രോഷ്യസി, ഇത് നീ കേൾക്കുന്നില്ല ഒരുവൻ എന്നുണ്ടെങ്കിൽ വിനങ്ക്ഷ്യസി, വിനാശമായിരിക്കും അവൻ്റെ ഫലം. ഇനി അർജുനനോട് നേരിട്ട് പറയുകയാണ്, എൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ, യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ വഴിപിഴച്ചു പോകും. മാത്രമല്ല നിൻ്റെ സ്വഭാവപ്രകൃതിയാൽ നീ യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യണം. അതായത് ഭഗവാൻ പറയുന്നതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ശരിയായ അവബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ ഗുണത്തിനനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് കർമ്മമോ അകർമ്മമോ ആകില്ല, വികർമ്മമാകാനുള്ള സാധ്യതയാണ് കൂടുതലുണ്ടാവുക. അല്ലയോ പാർത്ഥ, വ്യാമോഹം കൊണ്ട് നീ ഇപ്പോൾ എൻ്റെ ആജ്ഞ നിറവേറ്റാൻ മടിക്കുന്നു. എന്നാൽ സ്വാഭാവികമായ കർമ്മത്തിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി അനിഷ്ടമായി തോന്നുന്ന അതേ കർമ്മം നിനക്ക് ചെയ്യേണ്ടി വരും. ഭഗവാൻ പറഞ്ഞത് കേട്ട് ചെയ്താൽ ഭക്തിയുത സേവനമാകും. തന്നിഷ്ടപ്രകാരം അത് തന്നെ ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തേ പറ്റൂ. എന്തുകൊണ്ടാണ്? നമ്മുടെ ഗുണം, നമ്മുടെ സ്വഭാവം നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം വളരെ വലുതാണ്. ഇനി ആരാണ് ഇതിനെല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്? അതും ഭഗവാൻ പറയുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, ഈശ്വര സർവഭൂതാനാം, സർവഭൂതങ്ങളുടെയും നിയന്ത്രിതാവായ ഞാൻ, ഹൃദ്ദേശേ തിഷ്ഠതി. അർജുന, ഞാൻ ഇവരുടെ എല്ലാം ഹൃദയത്തിൽ കുടികൊള്ളുന്നു. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ, മായാശക്തിയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന യന്ത്ര ആരൂഢാനി, ശരീരം എന്നതൊരു യന്ത്രമാണ്, അതിൽ ആരൂഢനായിക്കൊണ്ട് ഇവരെല്ലാവരും ഭ്രാമയൻ, ഭ്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
എവിടെ? ഭൗതിക പ്രപഞ്ചത്തിൽ. ഹേ ഭാരത, ആ പരമപുരുഷൻ ആത്മാർപ്പണം ചെയ്യുക. അവിടുത്തെ പ്രസാദം കൊണ്ട് നിനക്ക് പരമമായ ശാന്തി ഉണ്ടാകും, ശാശ്വതമായ പരമപ്രദം പ്രാപിക്കുകയും ചെയ്യാം. ഇനി അർജുനനോട് അടുത്തതായിട്ട് ഭഗവാൻ പറയും ഏറ്റവും ഗുഹ്യമായ രഹസ്യമായ തത്വം. ഇപ്രകാരം അതിരഹസ്യമായ ജ്ഞാനം ഞാൻ നിനക്ക് വിവരിച്ചു തന്നു. ഇനി സമഗ്രമായി ആലോചിച്ച ശേഷം ഹിതമെന്തെന്ന് തോന്നുന്നു അത് ചെയ്യുക. സനാതനധർമ്മത്തിൻ്റെ ഒരു വൈശിഷ്ട്യമാണിത്. എന്താണ്? ഇത്രയും നേരം അർജുനനോട് ഭഗവാൻ പറയുന്നു, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി നീ ഇതിനെക്കുറിച്ചിട്ട് ആലോചിക്കുക, നിൻ്റെ ബുദ്ധി ഉപയോഗിക്കുക, എന്നിട്ട് ഹിതമെന്ന് തോന്നിയാൽ ചെയ്യുക. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ വൈശിഷ്ട്യം. സർവഗുഹ്യതമം ഭൂയാ ശൃണു മേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം. നീ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്താണ്. അതുകൊണ്ട് പരമഗുഹ്യമായ ഈ ജ്ഞാനം, സർവ ഉത്തമമായ ഈ ഉപദേശം നിനക്ക് ഞാൻ നൽകുന്നു. ഇനിയും കേൾക്കൂ, നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത്. ഇനിയാണ് ആ ഏറ്റവും ഗുഹ്യമായ ഏറ്റവും രഹസ്യമായ നിർദ്ദേശം ഭഗവാൻ അർജുനന് 18-ാമത്തെ അധ്യായത്തിൻ്റെ 65-ാമത്തെ ശ്ലോകത്തിൽ മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രയോസി മേ. 9-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 വരികൾ തന്നെയാണ് 18-ാമത്തെ അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകത്തിലെയും ആദ്യത്തെ 2 വരികൾ എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതായത് ഭഗവത്ഗീതയുടെ മധ്യത്തിൽ 9-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകമാണ് ഭഗവത്ഗീതയുടെ മധ്യം എന്ന് പറയുന്നത്. അതിനാണ് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഏറ്റവും ഗുഹ്യമായ ആ സന്ദേശം, ആ ഉപദേശം, ആ നിർദ്ദേശം ഭഗവാൻ ഇവിടെ ഒന്നുകൂടെ വയ്ക്കുന്നു. മന്മനാഭവ മദ്ഭക്തോ, എന്നെ എപ്പോഴും ഓർക്കുക, എൻ്റെ ഭക്തനാവുക, എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുക, യാജി ആരാധന, നമസ്കുരു എന്നെ പ്രണമിക്കുക, മാം ഏവൈഷ്യസി സത്യം തേ പ്രതിജാനേ പ്രയോസിമേ. ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. അതായത് ഈ 4 ഘടകങ്ങൾ എന്തൊക്കെയാണ്? മന്മനാഭവ, മദ്ഭക്ത, മദ്യാജി, മാം നമസ്കുരു. എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഭഗവത് ഭക്തനായിത്തീരും, കൃഷ്ണഭക്തനാകും, അല്ലേ? അങ്ങനെയാണ് ഭഗവാനെ നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് സ്മരിക്കുവാൻ പഠിക്കുന്നത്. അങ്ങനെ ഭക്തനാകുന്നു. അതിനുശേഷം ഭക്തനാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നു, ഭഗവാനെ പ്രണമിക്കുന്നു. അപ്പോൾ ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിലേക്ക് മടങ്ങാം എന്നാണ് ഭഗവാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷേ ഇത് ഭഗവാന് പ്രിയപ്പെട്ടവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സത്യമായതിനാലാണ് ഇതിനെ ഗുഹ്യമെന്നും പറയുന്നത്. തുടർന്ന് ഭഗവാൻ പറയുന്നു, അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ത്യാഗത്തിലേർപ്പെടണോ? ആദ്യം ഞാൻ തപസ് ചെയ്യണോ? ആദ്യം ഞാൻ ഹൃദയത്തെ ശുദ്ധീകരിക്കണോ? എങ്കിലല്ലേ എനിക്ക് ശരണം പ്രാപിക്കാൻ പറ്റൂ എന്നുള്ള സംശയമുണ്ടെങ്കിൽ കൃഷ്ണൻ്റെ ഉത്തരമാണ് 66-ാമത്തെ ശ്ലോകം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. സർവധർമ്മങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് ഞാൻ മാത്രം എന്ന് ശരണം പ്രാപിക്കുക, എന്നെ മാത്രം ശരണം പ്രാപിക്കുക. കൃഷ്ണൻ മാത്രമേ ശരണം പ്രാപിക്കാനായിട്ടുള്ളൂ എന്ന് തീരുമാനിക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സർവധർമ്മങ്ങളെയും പരിത്യജിക്കുക. അങ്ങനെ ചെയ്താൽ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷ ഇഷ്യാമി, ഈ സർവപാപങ്ങളിൽ നിന്നും ഞാൻ നിനക്ക് മോക്ഷം തരും, ഭയപ്പെടേണ്ട, മാ ശുച. അതായത് ഭഗവാനെ പൂർണ്ണമായും ശരണം പ്രാപിക്കുന്ന ഒരുവനെ ഭഗവാൻ പൂർണ്ണമായും സംരക്ഷിക്കുമെന്നും
സർവപാപങ്ങളിൽ നിന്നും അവനെ ഭഗവാൻ തന്നെ മോചിപ്പിക്കുമെന്നും ഇതിന് ഭയപ്പെടേണ്ട എന്നും ഭഗവാൻ എടുത്ത് പറയുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞു, ഈശ്വര സർവഭൂതാനാം, സർവഭൂതങ്ങളുടെയും നിയന്ത്രിതാവ് ഈ ഭഗവാനാണ്. അപ്പോൾ കർമ്മം, കർമ്മഫലം, പ്രപഞ്ചം, ഗുണം എന്നിവയുടെ എല്ലാം ആത്യന്തികനായ നിയന്ത്രിതാവ് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ നമ്മൾ പൂർണ്ണമായും ശരണം പ്രാപിച്ചാൽ പിന്നെ ഈ പറയുന്നതെല്ലാം ഭഗവാന് വളരെ ക്ഷണനേരത്തിൽ എടുത്തു മാറ്റാവുന്നതാണ് നമ്മുടെ എല്ലാ പാപഫലങ്ങളെയും. അപ്പോൾ ഇതാണ് ഭഗവാനെ പൂർണ്ണമായും ശരണം പ്രാപിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കേട്ടു അല്ലേ? ഇത് നമ്മൾ രഹസ്യമാക്കി വയ്ക്കണോ? അല്ല, ഇത് നമ്മൾ എല്ലാവരിലും കൊടുക്കണോ? തപസ്സോ ഭക്തിയോ ഇല്ലാത്തവർക്കും ഭക്തി സേവന കർമ്മത്തിൽ ഏർപ്പെടാത്തവർക്കും എന്നോട് അസൂയയുള്ളവർക്കും രഹസ്യമായി ജ്ഞാനം ഉപദേശിക്കരുത്. അപ്പോൾ ഭഗവാനോട് ഈർഷ്യാലുക്കളായിട്ടുള്ളവരോട് നമ്മളത് പറയാൻ നിൽക്കണ്ട. യൈദം പരമം ഗുഹ്യം മദ്ഭക്തേഷു അഭിദാസ്യതി ഭക്തിം മയി പരം കൃത്വ മാമേ വൈഷ്യത്യ സംശയ. പരമരഹസ്യമായ ഈ ജ്ഞാനത്തെ എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവന് ശുദ്ധഭക്തിയുത സേവനം സുനിശ്ചിതം. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ ഭക്തന്മാർക്ക് മദ്ഭക്തേഷു അഭിദാസ്യതി, ഭക്തന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ ആ പറഞ്ഞു കൊടുക്കുന്നവന് തീർച്ചയായിട്ടും പരിശുദ്ധ ഭക്തിയുത സേവനം അവന് ലഭിക്കും. അപ്പോൾ ഭക്തന്മാരുമായിട്ടിത് പങ്കുവയ്ക്കുന്നതിലൂടെ പങ്കുവയ്ക്കുന്ന വ്യക്തിക്ക് ഭക്തി ലഭിക്കുമെന്ന് ഭഗവാൻ പറയുന്നു. ആത്യന്തികമായിട്ട് അങ്ങനെയുള്ള ഒരാൾക്ക് ഭഗവത് ധാമത്തിൽ അങ്ങ് പറയുന്നത് ഞാൻ ചെയ്യാം. എന്നിട്ട് സഞ്ജയൻ പറയുന്നു, ഇത് കൃഷ്ണാർജുനന്മാരുടെ ഈ സംവാദം ഞാൻ ശ്രവിച്ചിരിക്കുന്നു. ഇത് കേട്ടെനിക്ക് കോൾമയറുണ്ടാകുന്നു. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായ യോഗം ഉപദേശിച്ചു. വ്യാസദേവൻ്റെ അനുഗ്രഹത്താൽ ഞാനിത് കേട്ടു. അത് കേട്ട് ഓരോ നിമിഷവും ഞാൻ ആനന്ദപുളകിതനാകുന്നു എന്ന് ധൃതരാഷ്ട്രരോട് സഞ്ജയൻ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കൃഷ്ണൻ്റെ ആ രൂപം സ്മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ വിസ്മയം വർദ്ധിക്കുകയാണ്, എൻ്റെ ആനന്ദം വർദ്ധിക്കുകയാണ് എന്ന് സഞ്ജയൻ പറയുന്നു. അപ്പോൾ വ്യക്തമായിട്ട് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, സഞ്ജയൻ ഇതെല്ലാം കാണുവാനുള്ള ദൃഷ്ടി വ്യാസമഹർഷി നൽകിയിരിക്കുന്നു എന്നുള്ളത് ഈ ശ്ലോകത്തിൽ നിന്ന് സിദ്ധമാകുന്നുണ്ട്. എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്തോ ധനുർധര തത്ര ശ്രീർ വിജയോഭൂതിർ ധ്രുവാനീതിർമതിർമമ. എവിടെയെല്ലാം യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെയെല്ലാം ധനുർധാരിയായ പാർത്ഥനുണ്ടോ, തത്ര ശ്രീർ അവിടെയാണ് ശ്രീ, അതായത് ഐശ്വര്യം, വിജയോ വിജയം, ഭൂതിർ ധ്രുവ നീതിർമതിർമമ അവിടെയാണ് ശക്തിയും നീതിയും ഉള്ളത്. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സഞ്ജയൻ തൻ്റെ അഭിപ്രായം പറയുകയാണ്. അതായത് എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, എവിടെയാണോ ധനുർധാരിയായ പാർത്ഥനുള്ളത്, തീർച്ചയായും അവിടെയാണ് ശ്രീയും തത്ര ശ്രീർ വിജയോ, അവിടെയാണ് ഐശ്വര്യവും വിജയവും. അപ്പോൾ സഞ്ജയൻ ഇവിടെ തൻ്റെ തീരുമാനം അറിയിച്ചിരിക്കുന്നു. അതായത് വിജയം അർജുനന് തന്നെയാണ്. എന്തുകൊണ്ടാണ്? അവിടെയാണല്ലോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ജീവാത്മാവിൻ്റെ വ്യവസ്ഥാപിതമായ സ്വഭാവം എന്ന് പറയുന്നത് അവൻ ശുദ്ധമായ ആത്മീയ സ്വത്വമുള്ളവനാണ്. അതായത് കൃഷ്ണൻ സൂര്യനാണെങ്കിൽ ജീവാത്മാവ് സൂര്യപ്രകാശം പോലെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭഗവത് അംശങ്ങളാണ്. പക്ഷേ നമ്മൾ തടസ്ഥ ശക്തികളാകയാൽ നമുക്ക് ഭൗതിക പ്രകൃതിയുമായിട്ട് താദമ്യം പ്രാപിക്കാനുള്ളൊരു പ്രവണതയുമുണ്ട്, ആത്മീയ പ്രകൃതിയുമായിട്ട് താദമ്യം പ്രാപിക്കാനുള്ള പ്രവണതയുമുണ്ട്. ഈ രണ്ടിനും നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് ആ ആത്മീയ പ്രകൃതിയുമായി താദമ്യം പ്രാപിക്കാനുള്ള നമ്മുടെ പ്രവണതയെ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളതാണ് ഭഗവത്ഗീത പഠിക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്നത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ഗ്രന്ഥരാജ് കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്.